രണ്ടും സന്തോഷം തന്നെയാണ്. എന്തുകൊണ്ട്? അല്ലാഹു തആല നമ്മളെ പടക്കണത് എന്തിനാണ്? പരീക്ഷിക്കാനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, സുലൈമാൻ പേര് ഉണ്ടാക്കിയത് എന്തിനാണ്? തീ എത്തിച്ചാൻ. മറന്നുകൾ സുലൈമാൻ പേര് ഉണ്ടാക്കിയത് തീ എത്തിച്ചാനാണ്. അപ്പൊ പിന്നെ പോലീസ് പിടിച്ചാൻ പറ്റും തീ എത്തിച്ചാൽ? അന്ന പോലെ നമ്മളെ അല്ലാഹു തആല പടച്ചതിന്റെ പരീക്ഷണത്തിനാണ്. എന്നിട്ട് എന്ത് ചെയ്യും? റിസൾട്ട് അവിടെയാണ്, ആഖിറത്തിലാണ്. അതുകൊണ്ടാണ് ഈ ആത്മഹത്യ ഭയങ്കര കുറ്റായിട്ട് ഇസ്ലാം കാണുന്നത്. ആത്മഹത്യ ഭയങ്കര കുറ്റമാണ്. ഏതൊരു കുറ്റം ചെയ്തുകൊണ്ടാണോ അവൻ മരിക്കുന്നത്, ആ ശിക്ഷ നിരത്ത് കൊടുക്കുന്നതാണ്. ഒരാൾ തൂങ്ങി വെച്ചു, പ്രശ്നമുണ്ടാക്കട്ടെ, തൂങ്ങി മരിച്ചാൽ എന്താ ശിക്ഷ? നരകത്തിൽ ഓൻ അതേപോലെ ഒരു തീയിന്റെ മരത്തുമ്പോൾ കേട്ടു തീയിന്റെ കയറും കൊടുക്കും, എന്നിട്ട് കഴുത്ത് കുടിക്കിടാൻ പറയും, ചാടാൻ പറയും. ചാടുമ്പോൾ കൊല്ലൊക്കെ പാടെ പൊട്ടിയുടെ കരകും, വീണ്ടും ഓന് നല്ല രീതിയിലാക്കും, അവൾ കയറാൻ പറയും. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. തീയെടുത്തിയാണ് മരിച്ചു. എന്താ ശിക്ഷ? തീയെത്തിക്കന്നെ നിങ്ങളുടെ ശരീരം ഇങ്ങോട്ട് ഒന്നായിട്ട് കൊള്ളുക, നിങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കുക. കൊല്ലമാണ് എല്ലജത്ത് ചുരുതും ബദ്ധണ്ടാകും ചുരുതൽ പൈറഹ. ഖുർആൻ പറഞ്ഞാൽ അങ്ങനെയാണ്. ആ പൂർവ്വസ്ഥിതി കുറെ മാറ്റും. നിങ്ങൾ കൊടുത്തോട് ചെയ്യാൻ തീയിൽ കത്തിയിട്ട് കിടക്കുന്ന സാധനം ഒന്നാമന്റെ ജീവൻ. ജീവനില്ലാതെ കഴിയുന്ന കാര്യം ആ ജീവനാണ് ജിന്നോട് ചോദിക്കാതെ നിന്റെ സമ്മതമില്ലാതെ ഒഴിവാക്കാനല്ല നോക്കിയത്. അതുകൊണ്ട് ആത്മഹത്യ എന്ന് പറയുന്നത് വലിയ ഭവാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. എത്രത്തോളം കൊതിക്കാൻ പോലും പാടില്ല. ഞാൻ മരിച്ചിട്ടെങ്കിൽ ഒരാള് നമ്മുടെ ലോകത്തുള്ള മനുഷ്യന്മാർക്ക് ഏറ്റവും ഉപകാരമുള്ളവരാണ്. ഓനെ കൊണ്ടെത്താൻ വെള്ളത്തിലിട്ട ചിജുമില്ല, വെയിലത്തിട്ട ഉണങ്ങുമില്ല. കല്യാണത്തിന് വിളിച്ചോണ്ട് വരും, അങ്ങനെ ബന്ധുത്തിർക്കും കാര്യം വെക്കും. ചോറ് വെച്ചു ഓൻ പോകും, ഒരല എടുത്തേക്കാരും കൂടി ഉണ്ടാവില്ല. നല്ല തിരക്കുണ്ടായാലും ഓൻ നിർത്തിയെടുക്കാനും കൂടില്ല. അങ്ങനെ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ അങ്ങനെ പോകും. ഇങ്ങനെ ചില മനുഷ്യന്മാരുണ്ട്. എന്നാൽ ഓരോ പേരിന് ഉപകാരമുണ്ട്. പെരി ചെന്നാൽ ഒരു വരടുത്ത് കൊടുക്കേ, അല്ലെങ്കിൽ ആടിനെ കഴിച്ചിട്ട് കോഴി ഒന്നും പെരക്കാത്തി കൂടി ഒന്നും കൂടി കൊടുക്കൂല. ഓരങ്ങനെ പേരക്കുട്ടികളെ കച്ചവടം കുത്തും തന്നെ. ഇങ്ങനെ പറ്റൂല. അതേസമയത്ത് അള്ളാഹ്ക്ക് എന്ത് ചെയ്യണം? അഹബ്ബന്നാസി അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടാൽ മനുഷ്യന്മാർക്കും ഒന്നോം ബന്ധുക്കൾ. അപ്പൊ അങ്ങനെ ഒരു ഉപകാരം നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം? എന്തെങ്കിലും ഉപകാരം, മരിച്ചു കൊടുത്തോ കല്യാണത്തിനോ ഒന്നുമില്ല. നമ്മളെ കിരട്ടയുടെ സ്കൂൾ പഠിക്കുക, മറ്റേ സ്കൂളിൽ കുട്ടികളെ അങ്ങോട്ട് ഇങ്ങോട്ടാക്കി വെച്ചാല് കുഞ്ഞാക്കപ്പുണ്ടോ? അല്ല സെക്കൻഡ് കാപ്പ ഞാൻ കണ്ടേ ഞാൻ പറയട്ടോ. അതായത് കുട്ടികളെ സ്കൂളിൽ കയറി പോകുമ്പോൾ ബസ്സിന് അങ്ങനെ ചെറുപ്പം പോലീസൊക്കെ അല്ല, അവിടെ മൂപ്പര ഡ്യൂട്ടി അല്ലേ, അങ്ങനെ ആക്കി പോകും. അതായത് ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ട എന്നെക്കൊണ്ട് ഞാൻ ഇപ്പം അങ്ങനെ ഭൂമിക്ക് കനം വെച്ച് കാണും. ഫസായി പറയുന്നുണ്ട്, പള്ളമ്മ രണ്ട് കാലും കൊളുത്തി തൊളിയും തൊളിച്ച് പഠിച്ചോണ്ട് വിട്ടെന്തിനാണ് എന്നെ? പള്ളമ്മ രണ്ട് കാലും കൊളുത്തിയിട്ട് 11 തൊളിയും തൊളിച്ചങ്ങാണ്ട് പഠിച്ചോണ്ട് വിട്ടിരിക്കുന്നതിനാണ്. രണ്ട് കാര്യം പള്ളമ്മനാണുണ്ട്, എന്നെ 11 തൊളിയും വിട്ടു. എന്തിനാ എന്നെ പറഞ്ഞു? മാഷന്മാരൊക്കെ ചോദിക്കല്ലേ, എടാ ഭൂമിക്ക് കനം വെക്കാനായിട്ട് എന്തിനാ ചെയ്യുന്നത്? സത്യമാണത്. അതെന്ത് ചെയ്യണം? എന്തെങ്കിലും ഉപകാരം നമ്മൾക്കുണ്ടാക്കിയാലും കിട്ടണം. അതാണ് ചിന്തിക്കുക. ആണായാലും പെണ്ണായാലും ചുരുങ്ങിയ പക്ഷം ഉപദ്രവെങ്കിലും ഉണ്ടാകരുത്. എങ്ങനെയുണ്ട്? ഒറ്റ ഉപകാരം ഇല്ലെങ്കിലും ഉപദ്രവം. നമ്മൾ ചോറൊക്കെ തിന്ന് പോകുന്നൊരു കുഴപ്പമില്ലെങ്കിൽ അതിന് ഉപ്പില്ല, മുളകില്ല, അങ്ങട്ടാക്കി ഇങ്ങട്ടാക്കി അതുണ്ടാകരുത്. നമ്മളെ കാരണത്താൽ ഷെറ് ഒരാൾക്ക് ഉണ്ടാകാൻ പാടില്ല. അവൻ അങ്ങനെയൊക്കെ വന്നു, എന്നോട് ഉപകാരമില്ല, ആകെ ടെൻഷനാ, ഇനി ഞാനൊരു കടക്കാരും എടുത്ത് എറിഞ്ഞിട്ട് ആകെ പാടുന്ന ആത്മഹത്യ. അപ്പൊ ഈ കടം തന്ന ആൾക്കാരെന്തായി? വഞ്ചിക്കപ്പെട്ട്. നേരെ പക്ഷെ നിങ്ങൾ ആത്മഹത്യ ചെയ്തിട്ടില്ലെങ്കിൽ കുറെ കാലങ്ങൾ ജീവിച്ച് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് 10 റുപ്യ വീട്ടാൻ കഴിഞ്ഞാൽ ആ കടം തന്ന ആള് ഒരു ഉപകാരത്തിൽപ്പെട്ടിരുന്നു. ഇതിപ്പോ കടം തന്നവരും കുടുങ്ങി പോയി. നിങ്ങളോ ആഹത്ത് കടം വിട്ടാൽ എന്താ എൻ്റെ തമ്മിലുണ്ടാകുക? ഉള്ള നിൽക്കാനൊക്കെ ആ പൈസ കൊടുക്കാനൊക്കെ ഇങ്ങനെ കൊടുക്കും. അവസാനം ഇങ്ങനെ ഊറ്റി വെക്കുമ്പോൾ കരിമ്പ് ജ്യൂസ് അടിച്ചമാതിരി ചണ്ടി മാത്രം ഉണ്ടാവും. ഒരിക്കൽ നരകത്ത് കയറി മറ്റുള്ളത് ശിക്ഷ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അപ്പൊ അവിടെ റസൂൽ പറഞ്ഞു, ലാ യതമന്നയന്ന അഹദുക്കും അൽ മൗത, ലാ യതമന്നയന്ന അഹദുക്കും അൽ മൗത ലിദുദ്ദിൻ അസാബഹു. നിങ്ങൾ ഒരാളും മരണത്തെ കൊതിക്കാൻ തന്നെ പാടില്ല. നിങ്ങൾ അവിടെ തമന്നി എന്നുള്ള പദം കൊടുത്തു. അറബിയിലെ തമന്നി തറജി രണ്ടെണ്ണുണ്ട്. കിട്ടാൻ സാധ്യത ഉള്ളത് കൊതിക്കുന്നതിനാണ് തറജി എന്ന് പറയാം. എനിക്കൊരു നിധി കിട്ടിയെങ്കിൽ അങ്ങനെ കിട്ടിക്കൂടെ? സാധ്യത ഉണ്ടല്ലോ നിധി കിട്ടിയെങ്കിൽ. എനിക്ക് ഞാനിപ്പോൾ ഒരു 18ാം വയസ്സിൽ പോയെങ്കിൽ അത് നടക്കൂല. 18ാം വയസ്സിൽ ഞാൻ പോയെങ്കിൽ അത് നടക്കൂല. അതിനാലേക്ക ആ പല ഇട്ടിട്ടാണ് എന്താക്കിയത്? സുഖ പറഞ്ഞത്
ലാ യതമന്ന അഹദുക്കും, നിങ്ങളിൽ നിന്ന് ആണാവട്ടെ പെണ്ണാകട്ടെ ഒരാൾ കൊതിക്കാനേ പാടില്ല അൽ മൗത, മരണത്തിനെ. ഞാൻ മരിച്ചിട്ടെങ്കിൽ എൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടെങ്കിൽ മരിച്ചാൽ മതി പരിപാടിയും. അത് പറയാൻ പാടില്ല എന്നല്ല, മനസ്സിൽ കൊതിക്കാനും കൂടെ പാടില്ല. കാരണം അല്ലാഹു തആല തന്ന ഏറ്റവും വലിയ നിഅമത്തപ്പെട്ട ഒന്നാണ് നമ്മളെ ഹയാത്ത്, ജീവിതം. അത് എങ്ങനെയാണോ നമ്മൾ ഉള്ളത് ആ ഉള്ള അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യാം, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ നോക്കാം, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ നോക്കാം, എങ്ങനെ കൈയടിച്ചിങ്ങനെ രൂപത്തിൽ. അതുകൊണ്ട് അഹദുക്കും അൽ മൗത, നിങ്ങൾ ഒരാൾ മരണത്തെ കൊതിക്കരുത്. ലിദുർരിൻ അസാബഹു, അവർ വന്നെത്തിയ വിഷമ കാരണത്താൽ. അങ്ങനെ പറഞ്ഞാൽ മതിയല്ല മുടിയാരെ, വേദന കെട്ട് കടിച്ചു പോയിട്ട് പകല് ഓർക്കില്ല, രാത്രി ഓർക്കില്ല. മൂത്രക്കാൻ മുട്ടുന്നുണ്ട്, മൂത്രാണ് പോണില്ല. കബുസോ ഇരിക്കണ്ട്, പോണില്ല. ആകെ പൊറുതിയേടായിട്ട് പൈസയാണെങ്കിൽ കഴിച്ചില്ല. ഡോക്ടർമാർ പറഞ്ഞു ഈ രോഗത്തിന് മരുന്നില്ല. ആലോചിച്ചു കാണികൾ പഠിച്ചോ കത്തിരിച്ചിക്കട്ടെ. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ ആത്മഹത്യ ഇല്ലാതെ രക്ഷല്ല, ഒരു മാർഗം മുമ്പിലില്ല. അങ്ങനെ വന്നാൽ അപ്പോൾ വേർക്കട്ടെ. എന്താ അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തുൽ ഹയാതു ഖൈറൻ ലീ വതവഫനി ഇദാ കാനത്തുൽ വഫാതു ഖൈറൻ ലീ. അപ്പോൾ നിമിത്തിച്ചിട്ട് തീർക്കാം. എന്താ പഠിച്ചോനെ, എനിക്ക് ഹയാത്താണ് ഖൈറെങ്കിൽ എന്നെ രാഗത്തോടു കൂടെ ജീവിപ്പിക്കും. മരണമാണ് ഖൈറെങ്കിൽ അപ്പോൾ എന്നെ നീ മരിപ്പിക്കും. അങ്ങനെ ചോദിക്കാവുന്ന. അപ്പൊ അല്ലാതെ ഒറ്റയ്ക്ക് വരുന്നില്ല. അപ്പോ ചിലപ്പോൾ സുഖമായി കിട്ടും, ചിലപ്പോൾ എന്ത് ചെയ്യും, അവിടെ മരിച്ചിട്ടു. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യോ, ദ്വാരക്കാവും. അല്ലാത്ത ദ്വാ പാടില്ല. അപ്പൊ അത്രയും ഒരു വിഷമത്തിലും പ്രയാസത്തിലും എന്ത് ചെയ്യും, അല്ലാഹു നമ്മളെ പെടുത്തി കളയും. അങ്ങനെ കളയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട എന്താ, ഓ പടച്ചോനെ വല്ലാതെ പരീക്ഷിക്കണം. അപ്പൊ അള്ളാഹ്ക്കൊരു തീരെ ഇഷ്ടമല്ല. അങ്ങനെയല്ല. അള്ളാഹു തന്നെ പരീക്ഷിക്കുമ്പോൾ അത് ചിലപ്പോൾ നമ്മൾ ജീവിതകാലത്ത് അറിയാതെ ജല്ലാത്ത് തെറ്റുവന്നാണ്. നമ്മൾക്കത് സ്വർഗത്തേക്ക് വേണ്ടി അല്ല പഠിച്ചതുമാണ്. ഈ തെറ്റോട് കൂടെ സ്വർഗത്തേക്കാക്കാൻ പറ്റൂല. അവൻ എന്താ ചെയ്യാം, ആ തെറ്റൊക്കെ പൊറുക്കപ്പെടണം. അത് പൊറുക്കപ്പെടാൻ വേണ്ടി അള്ളാഹുവിനെ പരീക്ഷിക്കും. ചിലപ്പോൾ അള്ളാഹു നല്ല പദവി തരാൻ തീരുമാനിച്ചാണ്. പദവി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടണമെങ്കിൽ എപ്പം എന്ത് ചെയ്യേണ്ടി വരും, പരീക്ഷിക്കപ്പെടും. പക്ഷെ നമ്മൾ ആൾക്കാർക്ക് നമ്മൾ പറയല്ലേ, മൂപ്പരുന്നിപ്പോ അങ്ങനെ കിടക്കേണ്ട ആളല്ലല്ലോ, ഇത്രയാ ഇങ്ങനെ കിടക്കണം. അങ്ങനെ ഇപ്പൊ റസൂലുള്ള പറയാണ്, ഇൻ അറാദല്ലാഹു ബി അബ്ദിഹി ഖൈറൻ, ഒരടിമയെ കൊണ്ട് അല്ലാഹു തആല ഖൈർ ഉദ്ദേശിച്ചാൽ അജ്ജല ലഹുൽ ഉഖൂബത ഫിദ് ദുനിയ, വല്ല അബദ്ധം ഒരിടത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ദുനിയാവിൽ നിലവിൽ. ആഖിറത്തിലെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഭയങ്കരല്ലേ. ആഖിറത്തിലെ നരകം, ഇവിടുത്തെ നരകം എന്ന് പറഞ്ഞാൽ ആഖിറത്തിലെ നരകത്തിലെ ചണ്ടിന്റെ ചണ്ടിയാണ് അങ്ങനെയുള്ളത്. അപ്പൊ അവിടെ കൊടുക്കാൻ തെറ്റ് വല്ലതും ഇവന്റെ അടുത്തുനിന്ന് പ്രായപൂർത്തിക്ക് ശേഷം വന്നതുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ എന്ത് ചെയ്യും, ദുനിയാവിൽ തന്നെ ആണ് കൊടുക്കും. വൈദ ആറാദല്ലാഹു ബി അബ്ദിഹി ശർറ, ഒരടിമനെ കൊണ്ടുള്ള ഷർറ ഉദ്ദേശിച്ചത് വെക്കുക. എന്നാൽ അംസകഅൻഹു ബി ദംബിഹി ഹത്താ യുവാഫി ബിഹി യൗമൽ ഖിയാമ, ദുനിയാവിനെ തെറ്റ് ചെയ്തിട്ട് ആ തെറ്റും ശിക്ഷ ഉണ്ടാവില്ല. ഓ ദുനിയാവിനെ അടിച്ചോളം പോകും. ഓന് ഷുഗറില്ല, പ്രഷറില്ല, കൊളസ്ട്രോളില്ല, തലവേദനയില്ല, പല്ലുവേദനയില്ല, കച്ചവടത്തിലിട്ട് നഷ്ടമില്ല, മക്കളുണ്ട്, പെരിയുണ്ട്, ഒക്കെ എന്തോ കണ്ട ഓങ്ങനെ പൊന്തി പൊന്തലല്ല. ഓൻ അള്ളാഹ് അവിടെ വെച്ചിട്ട് പിടിച്ചു, അവിടെ പാലത്തുകളെ പിടിച്ചു. ഇപ്പൊ ഓൻ ഒരു കമ്മിയില്ല. പെരക്ക് പെരുണ്ട്, വണ്ടിക്ക് വണ്ടിയുണ്ട്, മക്കൾക്ക് മക്കളുണ്ട്, സ്ഥാനത്തിന് സ്ഥാനമുണ്ട്, ആരോഗ്യത്തിന് ആരോഗ്യമുണ്ട്, ചൊറുക്കുണ്ട്, പൈസക്ക് പൈസ ഉണ്ട്, ഒക്കെ ശരിയാണ്. അവിടെ വരുമ്പോ പാരത്തിനുള്ള ഒറ്റപ്പെടുത്തം പിടിക്കും. തിരിച്ച് നല്ല മനുഷ്യനാ, കരിക്ക പക്ഷെ ഒന്നും പരീക്ഷണം ഇങ്ങനെ ഇവിടെ അത് ചെയ്യുമ്പോ അപ്പൊ ഇങ്ങനെ എന്തേ ഓന്റെ ദോഷമുള്ള പുറത്തെടുത്ത് സ്വർഗത്തിലേക്ക് ഇങ്ങനെ സംശുദ്ധനാക്കി ഇങ്ങനെ കൊണ്ടുപോകാൻ. അതാണാലും പെണ്ണാലും അങ്ങനെ തന്നെ. ചെല്ലോടത്തൊക്കെ നമ്മൾ പറയുന്നത് എത്ര ഓന് മുട്ടൊന്നുമല്ല, അവനെ കിട്ടില്ല. എന്ത് തുടങ്ങിയത് ഓന് കട്ടക്കാരൻ. ഒരു പെണ്ണിട്ട് വെക്കുമ്പോ അതും കട്ടക്കാരൻ. കുട്ടി ഇല്ലാതെ ഉണ്ടായി വെക്കുമ്പോ കുട്ടികൾ കഴിച്ചില്ല കാലകളി, അതും കട്ടക്കാരൻ. വില കയറ്റി വെക്കുമ്പോ തെങ്ങ് വില വെക്കോളാണ് അതിലേറെ കട്ടക്കാരൻ. അങ്ങനെയൊക്കെ പറയും ചില കട്ടക്കാരൻ തന്നെ നമ്മൾ പറയും. കട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ കഷ്ടക്കാരൻ നമ്മൾ പറയും. കട്ടക്കാരാക്ക ഈ കട്ടക്കാരൻ എന്തിനാണ്? ഓനതൊക്കെ സഹിച്ച് ഓന്റെ ഊതിക്കാച്ചിയ പൊല്ലായിട്ടും അതൊക്കെ റബ്ബ് തന്നല്ലേ.
അമ്മാവും പരീക്ഷിക്കാൻ നടക്കട്ടെ. ഞാൻ ഒരു ഫലസ്തീനിന്റെ വോയിസ് കിട്ടിയ ഒരു ഡോക്ടർ, ഫലസ്തീൻ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഡോക്ടർ വോയിസ്, അതായത് ഒരു എന്തോ വിഷമിച്ചു കൊണ്ട് കരഞ്ഞപ്പോൾ ഒതുക്കാം അങ്ങനെ പറയല്ലേ, അൽഹംദുലില്ലാഹ് എന്ന് പറയാം, ലാഹലന്ന് പറയും. എന്തേ അള്ള പരീക്ഷിച്ച് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി അള്ള തീരുമാനിച്ചതാണ് ആ പരീക്ഷ. അതുകൊണ്ട് കുട്ടി മരിച്ചിരുന്നു പൊറുതിയോട് കാട്ടല്ലേ, കരയല്ലേ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയും. ഡോക്ടർ പറയാൻ അപ്പൊ ചോദിച്ചാൽ നിങ്ങൾക്ക് കുട്ടികളെ മരിച്ചോളൂ. അൽഹംദുലില്ലാഹ് 3 മരിച്ചു. ഒന്ന് 22 വയസ്സായി, ഒന്ന് മരിച്ചു. പിന്നെ പറഞ്ഞു 3.5 വയസ്സായത് ആകപ്പാടെ എന്ത് പറഞ്ഞത് പച്ചകട് ചമ്മന്തി വേറെന്താ പതാക പ്രയോഗിച്ച് അറബിയിൽ എന്തോന്ന് പറഞ്ഞിട്ടുണ്ട്, ചതഞ്ഞറിഞ്ഞിട്ട് വലിച്ചെടുത്തേക്കാണ് എന്ന് വിടുന്നു. പിന്നെ ഒന്ന് എത്ര 18 വയസ്സായി, 3 എനിക്ക് മക്കൾ 3 മരിച്ചുകളും. അൽഹംദുലില്ലാഹ് ഒക്കെ സ്വർഗമുണ്ട്, ശുഹദാക്കളെ പദവിക്ക് പോവുകയാണ്. ആ ശുഹദാക്കളെ പദവി ഇട്ടെന്ന് വരുന്നോളി കരയല്ലേ നിങ്ങൾ. ഇപ്പൊ ഞാൻ ഇവിടെ വാട്സപ്പ് കൂടെയൊക്കെ വന്നതാണ്, കാരണം അവിടെ വേറെ രക്ഷയില്ല. അപ്പൊ അല്ലാഹു തആല അത് ഒരാൾക്ക് ശരിയാണല്ലോ. ഈ കുട്ടികളൊക്കെ ഇങ്ങനെ കൊല്ലുന്നതിൽ അവിടെ വിഷം പാലിയുണ്ടല്ലോ. ബാർന്നൊക്കെ ഹദറിന്റെ ചരിത്രം വെച്ച് ചിന്തിച്ചു നോക്കുമ്പോ ആ കുട്ടികൾക്ക് ഭാവിയിൽ വളർന്നിട്ടുണ്ടെങ്കിൽ എന്താകുമെന്ന് പറയാൻ പറ്റൂല. നിസ്കാരം ഉണ്ടോ നോമ്പുണ്ടോ പറയാൻ പറ്റൂല, ഏത് ജാതി എന്ന് പറയാൻ പറ്റൂല, ജാതി മതം പാടുമെന്ന് പറയാൻ പറ്റൂല, ഒന്നുമില്ല. വാപ്പാക്കും വാക്കും ഉപകാരപ്പെടുമെന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ പ്രായപൂർത്തിന് മുമ്പ് ആ കുട്ടികൾ മരിച്ചുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഒന്ന് കുട്ടിയൊക്കെ എന്താ മരണം എന്താ ജീവിതം തിരിഞ്ഞിട്ടില്ല, അവരോട് പോവാൻ. ആ കുട്ടികൾക്ക് എന്തായിരുന്നാലും സ്വർഗത്തിലാണ് ഉറപ്പാണ്. അങ്ങനെ ഷെറ് ഇങ്ങനെ അന്ന് ഉദ്ദേശിച്ചാൽ ദുന്യാവിൽ എന്താവൂല, ഒരു വിഷമവും ഉണ്ടാവൂല, നല്ല സുഖം, എന്ത് ചെയ്താലും ഒരു പുരോഗതി. ഇവിടെ കാണുന്നു നമ്മൾ കാണിച്ച മനുഷ്യന്മാരങ്ങനെ, അത് അത്ര എന്തല്ല സന്തോഷമല്ല, അത്ര സന്തോഷമല്ല. നമ്മളെ കാഴ്ചയിൽ എന്താണ്, കുഞ്ഞാമക്കൊക്കെ ഭയങ്കര സുഖം. എത്ര മക്കളെ ഗൾഫിൽ മാത്രമല്ല വെറുതെ തേങ്ങ കൊണ്ടിട്ടാണ് മുളച്ച് തെങ്ങായിട്ട് ഈന്ത് കഴിച്ചാൽ മതി കഴിച്ചാൽ എവിടെ കണ്ണക്കച്ചവടം തുടങ്ങിയാൽ മതി, അങ്ങോട്ട് കിട്ടിയിട്ട് പൈസ ഓർത്തും പറ്റും. ചില മനുഷ്യന്മാരുണ്ട് നമ്മളെ, ചിലരെ സുബൈക്കച്ച് മതിയത്തൊക്കെ ചെല്ലി പോയാലും എന്ത് ചെയ്താലും ഒരു കണക്കാണ്. ഇത് സംഭവമാണ്. ഈ ആളുകൾക്ക് അല്ലാഹു തആല ആഖിറ കൊടുക്കാൻ തീരുമാനിച്ചു, മറ്റേ ആൾക്ക് അല്ലാഹു തആല ദുനിയാവും ഒതുക്കാൻ തീരുമാനിച്ചു. 10 രൂപ പിരിവും കൂടി കൊടുക്കൂല. അങ്ങനത്തെ ആൾക്കാർ അതാ രസം. പൈസ പൂത്ത പൈസ കയ്യിലുണ്ട്, 1 രൂപ പിരിവും കൂടി കൊടുക്കും, ഒരു മൂല്യം ചെലവ് കൊടുക്കൂല. ഇജാത് ക്യാമ്പൊക്കൊന്നും ഒരു പേരുമില്ല. നീ ക്യാമ്പൊക്കെ വന്നാത്തോളം ഒരു ഇഷ്ടം വായ്പ പരിപാടിയും കൊടുക്കാനുള്ള ഓഫീക്ക് അതിൻ്റെയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ എന്തേ ആഖിറ ഉണ്ടാവില്ല. അതാണ് വിഷയം. എന്നിട്ട് നീ റസൂലിന്റെ വാക്യം പറയട്ടോ, ഇന്ന അളമൽ ജസാഇ, ആഖിറത്തിൽ കിട്ടുന്ന കൂലിയുടെ വണ്ണവലിപ്പം എന്നാണ് പഴയ കഥ അർത്ഥം വെക്കൽ. എന്നാൽ അതിന്റെ വലിയ അതിന്റെ അളമത്ത്, അതിന്റെ വലിപ്പം പരീക്ഷണത്തിന്റെ കട്ടി പോലെയാണ്. അപ്പൊ ഇവിടെ എത്രത്തോളാണോ വിഷമം സഹിക്കണത് അത്രത്തോളം ഉണ്ടാക്കണത് കൂലി കൂടുതൽ കിട്ടണത്. എന്നിട്ട് പറയാൻ കേട്ടോ, ഇന്നല്ലാഹു തആല ഇത് അഹബ്ബ ഖൗമൻ, ഒരു ടീമിനെ അള്ളാഹ് ഇഷ്ടപ്പെട്ട ഇബ്തലാഹും, അള്ളാഹ് പരീക്ഷിക്കും. ഫമൻ റളിയ ഫലഹുദില്ല. നീ പരീക്ഷണമൊക്കെ സഹിച്ചിട്ടും എവിടെ ഒരു കുത്തുവാക്ക് പറഞ്ഞില്ല, ഒരു ശാപവാക്ക് പറഞ്ഞില്ല, ഒരു വിഷമം പറഞ്ഞില്ല. ഈ ഡോക്ടറുമായി പറഞ്ഞു പരിസ്ഥിതിനെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഡോക്ടറില്ലേ, അൽഹംദുലില്ലാഹ് എന്ന് പറയും, ഞങ്ങൾ കിട്ടും. അങ്ങനെ റഹ്മത്തുൽ മലക്ക് വരണമെങ്കിൽ ഏർപ്പാടോടെ നടക്കണം. ബസ്സുള്ള വഴിയാണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ മൗലിദ് നല്ലോണം നടക്കണം, ഇടയ്ക്ക് റാത്തീബ് നടക്കണം, കുത്തുബിയത്ത് നടക്കണം, ദിക്റൊക്കെ നടക്കണം, അങ്ങനെ പലതും നടക്കണം. അങ്ങനെ വെറുതെ റഹ്മത്തുൽ മലൈക്കത്ത് വരൂല. അതിനാണ് ഈ പള്ളിക്കാട്ടും അറിയാൻ. പിന്നെ വാങ്ങുണ്ടാകും, ആ വാങ്ങിനെ നടക്കും. ഇതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ ആ കിട്ടണതൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. മദീനത്ത് കിട്ടുന്ന ജന്നത്തുൽ ബഖീത്തെ ലിമിറ്റ് ഉണ്ടോ? ഇല്ലല്ലോ. ആലോചിച്ചൊക്കെ നിങ്ങൾ. അപ്പൊ ആ ഒരു വലിയ ഭാഗ്യം എന്ത് ചെയ്തു, ബഹുമാനപ്പെട്ട വെള്ളിമേശയ്ക്ക് കിട്ടി. അതാണ് എന്താക്കണം ഇപ്പൊ വാഫിക്ക് തങ്ങൾക്കും നമ്മൾ ട്യൂറ്റിസ്ഥാനൊക്കെ കിട്ടിയത് തന്നെ അവിടെയല്ല, ജന്നത്തുൽ മുഹല്ലയിലാണ്. ഖദീജയിലൊക്കെ ഗവൺമെന്റ് അടുത്ത് നമ്മൾ മാലിക്ക മക്കന്റെ ഗവൺമെന്റ് അടുത്ത കിട്ടിയിട്ടുള്ളത്. എന്നാൽ പലർക്കും ഉണ്ടാകലില്ല, കിട്ടില്ല, എൻ്റെ അടിയിൽ നിൽക്കാണ്ട് അവിടെ എവിടെയൊക്കെയാണ് മറിയത് പോകലാണ്. അത് ചുരുക്കി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ ഇത് അഹബ്ബഖും അപ്പൊ അതൊക്കെ വന്നപ്പോ അൽഹംദുലില്ലാഹ് പടച്ചോ കണക്കാക്കി എങ്ങനെയാണ് ഞാൻ തൃപ്തിപ്പെട്ടു. റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ മുഹമ്മദൻ നബിയ്യാ. പടച്ചോ തരുന്നൊക്കെ തൃപ്തി. ഫലസ്തീന ഡോക്ടർ പറഞ്ഞമായി. അങ്ങനെ വരുമ്പോൾ അല്ലാഹ് ഓനെ ഏറെ തൃപ്തിപ്പെടും. ആളുകൾ അല്ലാഹ് തൃപ്തിപ്പെടുമ്പോ പിന്നെ പരീക്ഷിക്കും. അവൻ അവൻ പിന്നെ ക്ഷമിക്കാണോ, ദർജ അങ്ങനെ കൂടി വരും. വമൻ സഹിത്ത ഫലവും സഹത്തു. എന്തിനു പടച്ചോനാകും കിട്ടുകയെന്ന് വെച്ചാൽ അപ്പുറം ഞാൻ കൊടുക്കുന്നുണ്ട്.
ഉലിമാനായിട്ട് ഭയങ്കര ബന്ധം. ഒറ്റ വാക്കുകളിൽ ഞാൻ ഒഴിവാക്കില്ല. ജമാഅത്ത് സുന്നത്ത് കയ്യിൽ ഞാൻ ചെയ്യും. എന്നിട്ട് എനിക്കായിപ്പോഴേ ഈ ബന്ധം നോക്കാണിങ്ങൾ പോയി. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? നല്ല ക്ഷമ നമ്മൾ പാലിക്കണം. അവിടെയാണ് നമ്മൾ ഇന്നത്തെ പാഠം പറഞ്ഞത്. ഒരിക്കലും നമ്മൾ ചിലപ്പോ നമ്മളെ തന്നെ ക്ഷമിച്ചോ, നമ്മളെ തന്നെ ക്ഷമിക്കാം. അതുണ്ടാകരുത്. കിട്ടും എന്ത് ചെയ്യണം? ഞാൻ അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്തതുപോലെ തന്നെ ഇങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്തിരുന്നു. അപ്പൊ വിട്ടുവീഴ്ച ചെയ്തിരുന്നില്ല. എനിക്കത് വ്യക്തപ്പെട്ട് തരാനാവൂല, എന്നാൽ ഞാൻ എനിക്ക് വ്യക്തപ്പെട്ടു. ഇതാണ് വ്യക്തപ്പെടൽ. ഓരോ നേരത്തെ കൂടുതൽ കിട്ടുക. അവിടെയാണ് ഉണ്ടാക്കുന്നത് ക്ഷമ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ക്ഷമയ്ക്ക് വലിയ കൂലി കൊടുത്തത്. ഈ ക്ഷമാന സംഭവത്തിന് എന്താണ് വലിയ കൂലി ഇസ്ലാം കൊടുത്തല്ലോ. എന്ത്? അള്ളാഹു ക്ഷമക്ക് കൊടുക്കണ കൂലി കണക്കില്ല. ക്ഷമക്ക് കൊടുക്കണ കൂലി എന്തല്ല, അള്ളാഹു തആല കണക്കില്ല എന്ന് ഖുർആൻ പറയാൻ. വലമൻ സ്വബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. ഒരാൾ നല്ലോണം ക്ഷമിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? മറ്റൊരു വിട്ടുകൊടുത്തു. അപ്പുറത്തുള്ള നമ്മൾ പുതിയൊക്കെ വിട്ടുകൊടുത്തു. എന്നാൽ ലമിൻ അസ്മിൽ ഉമൂർ, അത് അമ്പിയാക്കന്മാരെ കാര്യത്തിൽപ്പെട്ടതാണെന്നാണ്. അസ്മിൽ ഉമൂർ എന്ന ഒരു അർത്ഥം അമ്പിയാക്കന്മാരെ പദവിയാണ്. അതുകൊണ്ട് ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹ് പറഞ്ഞു അല്ലാഹ് ക്ഷമാശീലനോട് കൂടെയാണ്. അല്ലാഹ് എല്ലാവരോടും കൂടെയല്ലേ. പക്ഷെ പ്രത്യേകം പറയാൻ കാരണം ഈ ക്ഷമ എന്ന് പറഞ്ഞാൽ ഭയങ്കര വസ്ഫാണ്. ആ വസ്ഫ് ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 24 മണിക്കൂറും സഹായത്തിൽ അവന്റെ കൂടെ ഉണ്ടാവുന്നതാണ്. നമുക്കെന്നെ പലപ്പോഴും ക്ഷമിക്കാത്തതുകൊണ്ടുള്ള അബദ്ധം വരുന്നത്. ക്ഷമിച്ചു അപ്പോഴും വിഷമം നമുക്കുണ്ടാവും. പക്ഷെ പിന്നീട് ലുക്മാലയ്ക്കും മകനോട് കൊടുത്ത ഉപദേശപ്പെട്ട ഒന്നാണല്ലോ, മോനെ വാചാലത വെള്ളിയാണെങ്കിൽ മൗനം സ്വർണമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ശുദ്ധി എന്നത് ഈമാന്റെ പകുതിയാണ്. ശുദ്ധി എന്ന് പറയുന്നത് ഈമാന്റെ പകുതിയാണ്. അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ. അൽഹംദുലില്ലാഹ് എന്നുള്ളത് മീസാന്റെ തുലാസ് മാർക്കും. ഒരു ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാഹ്, വെള്ളം കുടിച്ചാൽ അൽഹംദുലില്ലാഹ്, എന്താ വർത്താനം? അൽഹംദുലില്ലാഹ്. അങ്ങനെ. കാരണം അതിന്റെ അർത്ഥം എന്താണ്? ലോകത്തെ മുഴുവൻ സ്തുതിയും അല്ലാഹ്ക്കാണ് എന്നാണ്. അപ്പൊ അള്ളാഹ്ക്ക് എത്ര തൃപ്തി ഉണ്ടാവും? അത് ഉദ്ദേശിച്ച് കൊടുക്കട്ടെ. അതുപോലെ ആ ഉസ്താദ് സന്തോഷത്തിൽ ഉണ്ടാവും. ഇതൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ നമ്മൾ പറയാം ഒക്കെ നമ്മൾ പറയുന്ന മാത്രം. ഉസ്താദാണ് ഇതിന്റെ ഒക്കെ ആള്, ഉറപ്പല്ലേ? അപ്പൊ അത് കേൾക്കുമ്പോൾ ഉസ്താദ മനസ്സിന്റെ സന്തോഷം ഉണ്ടാവും. ഇതുപോലെയാണ് അൽഹംദുലില്ലാഹ്. അതിന്റെ ഒരു കേവലം പദമാണ്. പക്ഷെ അതിന്റെ ആഴത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി ആലോചിക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതിന്റെയും യഥാർത്ഥ അവകാശി അല്ലാഹുവാണ്. നിങ്ങൾ തംലഉൽ മീസാൻ, അല്ലാഹു തആല മീസാൻ നിറച്ചു തരും. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി തംലഅനി, അത് രണ്ടും നിറക്കും. മാ ബൈന സമാവാതി വൽ ആകാശങ്ങൾക്കിടയിൽ. പിന്നെ വസ്സലാത്തു നൂറുൻ, നിസ്കാരം എന്ന് പറഞ്ഞ പ്രകാശമാണ്. വസദഖത്ത് ബുർഹാൻ, സദഖ കൊടുത്താൽ അത് തെളിവാണ്. വസ്സബ്റു ദിയാഉൻ, ക്ഷമ പ്രകാശം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ലൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ മട്ടം വേർത്തന്നെയാണ്. അപ്പൊ ക്ഷമ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത പ്രകാശം. അപ്പൊ ഈ പറഞ്ഞ രൂപത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഏറ്റവും ചെയ്യേണ്ടത് എന്താണ്? ക്ഷമിക്കണം. അങ്ങനെ ക്ഷമിച്ചു കഴിയുമ്പോൾ അത് സ്വഭാവത്തിന്റെ മെച്ചത്തിൽപ്പെട്ട ഒന്നാണ്. ഒരു മനുഷ്യൻ നന്നാകുക എന്ന് പറഞ്ഞാല് ഓരോ സ്വഭാവം നന്നാകാൻ അതിന്റെ അർത്ഥം. സ്വഭാവം നന്നായിട്ടില്ലെങ്കിൽ എത്ര പൈസക്കാരനായാലും, എത്ര ആര്യമായാലും, എത്ര ഇവരുണ്ടെങ്കിലും, ഏത് നേതാവാണെങ്കിലും അത് വെറുക്ക് മനസ്സിലായി. കാണുമ്പോഴൊക്കെ തീർച്ചും കയ്യുമുത്തും ബഹുമാനിച്ച് നീച്ചൊക്കെ ചെയ്യും. ഒറ്റക്കുമാരി കൊരങ്ങ ചോദിച്ചു വേണ്ട, സ്വഭാവം വെച്ചല്ല അത് പറയും, ആരായാലും പറയും. മനുഷ്യന്റെ സ്വഭാവം നന്നാകുന്നതാണ് ഒരു മനുഷ്യന് ഏറ്റവും മെച്ചം. അല്ലാഹു റസൂൽ സുന്നത്തുകൾ പറഞ്ഞ ഒരുപാട് ഹദീസുകൾ കേട്ടോ. ബഹുമാനപ്പെട്ട റസൂലുള്ള പറയുന്നത്, ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ആഖിറത്തിൽ കൂലി കിട്ടുന്ന സംഗതി എന്താണെന്ന് ചോദിച്ചാൽ മാമിൻ ഷൈഇൻ അഖ്കലു ഫീ മീസാനിൽ മുഅ്മിനീൻ, ഒരു സത്യവിശ്വാസിയുടെ തുലാസിന്റെ തട്ടില് ഏറ്റവും ഭാരം തൂങ്ങുന്ന ഒന്നുമില്ല യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മിൻ ഹുസ്നിൽ ഖുലുഖി, സ്വഭാവത്തിനേക്കാൾ എന്തായാലും ഓരോ സ്വഭാവം. ഓരപ്പോ ബൈക്കുകൾ പോയാൽ മടുക്കൂല, ഓരപ്പോ കച്ചവടത്തിൽ കൂടിയാൽ കുഴങ്ങൂല, ഓനെ വിശ്വസിച്ചാൽ ചതിച്ചൂല, ഒരു വാക്ക് തന്നാൽ ലംഘിക്കൂല,
ഓനൊപ്പം കൂടിയാൽ പരാജയപ്പെടുക. അള്ളാഹു തആലക്ക് വലിയ ദേഷ്യം, തൊള്ളർത്താൻ തോന്നിയ പറയുന്ന ആൾക്കാർ കാണുമ്പോ പറയാൻ തിരുമാണ്ടി പറയട്ടോ, എവിടെ പൊത്തേക്ക് എത്ര കാലം എന്നെ കണ്ടിട്ട്, സ്നേഹിച്ച് പറയപ്പോ എവിടെ പൊത്തേക്ക് എത്ര കാലം എന്നെ കണ്ടിട്ട്. ഇതാണ് ഫാഹിഷ സംസാരം. ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. പോത്ത് ഞാൻ അറുത്തുന്നൊരാളായത് പറഞ്ഞതാണ്. ആൾക്കാർ അങ്ങനെ തന്നെ പറയാം. ഈ ചിലക്കാതെ പോയിക്കട 4 വാലും കാലുള്ള തൊട്ടയേട്ടിങ്ങനെ ഇതിന്റെ പേര്. പിന്നെ അതാ പറയാം, സ്നേഹിച്ചിട്ട് പറയും, സന്തോഷത്തിലാ പറയുന്നത്. നിങ്ങള് ഇത് അള്ളാഹ്ക്ക് ഒട്ടും വരുത്തന്നാണ്. നമ്മുടെ നാവ് കൊണ്ട് അങ്ങനത്തത് വരാനേ പാടില്ല. തൊട്ടാൽ ഒന്നുമുലയുടെ സാധനത്തിന്റെ പേര് പറയാൻ പാടില്ല. നിരോധിത നിരോധിത പ്രദേശത്തുള്ള ഒന്നിന്റെ പേര് പറയാൻ പാടില്ല. അവിടെയാണ് വിഷയം. അവരെ പറ്റിയിട്ടാ പറഞ്ഞു. അത് മാത്രമല്ല, മറ്റ് അമിതമായ സംസാരം. അത് പറയുമ്പോഴേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കപ്പെട്ടു, എന്നെ അക്സിരമായി സ്വർഗത്തിന് മനുഷ്യന്മാരെ കടത്തണ ഏറ്റവും കുറേ കാര്യമുണ്ട്, അക്കൂട്ടുന്ന അധികരിച്ചത് ഏതാന്ന് വെച്ചാൽ ഒന്ന് പടച്ചോനെ പേടിക്കാം, 2 ഹുസ്നുൽ ഖുലുഖ്, നല്ല സ്വഭാവം ഉണ്ടാകും. ഒരു മനുഷ്യനെ സ്വർഗത്തെ കടത്തുന്ന ഏറ്റവും നല്ല 2 കാര്യം, ഒന്ന് തഖ്വ, ആ തഖ്വന്റെ ഒപ്പം വെച്ചത് ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവം. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് അല്ലാഹുവും റസൂലും പൊരുത്തപ്പെട്ടത് മാത്രം ചെയ്യാം. മറ്റൊന്ന് ഒരു മനുഷ്യന്മാർക്ക് നമ്മളെക്കൊണ്ട് ഇടങ്ങേറുണ്ടാകാതെ, ഒരു മാനസികമായി പോലെ പ്രയാസം ഉണ്ടാകാതിരിക്കുകയാണ്. അതന്നെ മുമ്പൊരിക്കാൻ പറയുന്നത്. റസൂലുള്ളാഹി പറഞ്ഞ ഹദീസിലുണ്ടല്ലോ, നിങ്ങൾക്കൊരാൾ സാധനം തന്നാൽ വേണ്ടാന്ന് പറയരുത്, ചേട്ടാ എന്ന് പെട്ടെന്ന് പറയരുത്. വലോ ഫിർസന സാഷാത്തിൻ, ഞാൻ കഴിഞ്ഞ ഇതിനർത്ഥം വെച്ചിരുന്നു. വലോ ഫിർസന സാത്തിൻ, ആടിന്റെ കുളമ്പ്. ബാക്കി കയ്യും കാലും എല്ലാം ഒക്കെ നമുക്ക് ഉപകാരം ഉണ്ടെന്നൊക്കെ ഈ കുളമ്പോടെ എത്ര ഉപകാരം? കുഴിച്ചിടാൻ കൂടി പറ്റും, നായ്ക്കൊക്കെ കൂടി വേണ്ടേ അങ്ങനെ കുളമ്പ്. സാധാരണ തന്ന് പൊയ്ഞ്ഞ് തന്നെ നോക്കുക, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് വാങ്ങിക്കാം, പോയിട്ട് നടക്കുന്ന ഒഴിവാക്കാം. വിശ്വാസത്താൽ സത്യവിശ്വാസികളിൽ ഏറ്റവും ഉത്തമരാരാണ്? അഹ്സനുഹും ഖുലുഖാ, സ്വഭാവത്താൽ മെച്ചമായവരാണ്. ഏറ്റവും നല്ല മൂല്യന്മാരാണ്, സ്വഭാവ മെച്ചമായവരാണ്. വഖിയാറുക്കും, അക്കൂട്ടത്തിൽ ഏറ്റവും ഹൈറാരാണ്? ഖിയാറുക്കും നിസാഇഹിം, നിങ്ങളെ കുടിക്കാരത്തിനോട് നല്ല ആൾക്കാർ. ഇത് പുറത്തിങ്ങനെ തേരിട്ട് വർത്താനൊക്കെ പാടും, പരിക്കാൻ ചെന്നാൽ പിന്നെ പുലിയ. കുടിക്കാരത്തിന്റെ അടുത്ത് കുട്ടികളെടുത്ത് തന്ത വരുന്നുണ്ട്, ഇനി മൂക്കളെ ചൂടെ പെടണ്ട, അങ്ങനെ മൂപ്പരൊരു ഒരു ചാട്ടം വരണ്ടക്കട അപ്പൊ അറിവാൻ നിന്നളി, അങ്ങനെ പോരാ. അതിന്റെ പുലി ആകരുത് എന്നാ പറഞ്ഞത്. അപ്പൊ പകൽമാന്യൻ അല്ലെങ്കിൽ നാട്ടുമാന്യൻ, നാട്ടിൽ മാന്യനായിട്ട് പെരക്കാരെ പെണ്ണുങ്ങൾ അവനെ കാണുമ്പോൾ പേടിച്ച എന്ത് പറയാം. ഞാൻ പെയ്യാണ് പറഞ്ഞാൽ എല്ലാവർക്കും അംഗീകാരം, നല്ല അംഗീകാരം. പുലിനെ പേടിച്ചത് നോക്കിയാണ്, മയക്കുമരുന്ന് വെച്ചാൽ കൊടുക്കും. അങ്ങനെ ആകരുത്. നേരെ മറിച്ച് എല്ലാവർക്കും ഒരു തുറന്ന സമീപനം ഉണ്ടാക്കണം. ഇനി കേട്ടോളി എന്റെ ഇത് പറയണത്, ഇന്നൽ മുഅ്മിന, ഒരു സത്യവിശ്വാസി അവന്റെ സൽസ്വഭാവം കൊണ്ട് അവൻ എത്തിക്കാൻ കഴിയും 364 ദിവസം നോമ്പ് പറ്റും, 24 മണിക്കൂർ നിന്ന് നിൽക്കച്ചു. ഓന്റെ കൂടി സൽസ്വഭാവം കൊണ്ട് ഒരു മനുഷ്യന് ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ സ്വഭാവം എന്ന് പറഞ്ഞാൽ, സ്വഭാവം നന്നാകുക എന്ന് പറഞ്ഞാൽ അത് അത് തീരുമാനം ഞാനല്ല കേട്ടോ. ഈ പ്രസംഗിച്ചുകൊണ്ട് സ്വഭാവം നന്നാവില്ല. എന്റെ സ്വഭാവം നന്നോന്ന് എന്റെ കുടിക്കാരത്തോട് ചോദിച്ചാൽ, എന്റെ മക്കളോട് ചോദിച്ചാൽ, എന്റെ ശിഷ്യന്മാരോട് ചോദിക്കാം. എന്തുകൊണ്ട്? അവരെന്റെ താഴെ ആൾക്കാരാണ്. എന്റെ ഒപ്പമുള്ളവരോട് വേണമെങ്കിൽ ചോദിച്ചോടി. പക്ഷെ ഒപ്പമുള്ളവരെക്കാൾ സ്വഭാവം ഒന്നുകൂടി തീരാൻ ഏറ്റവും നല്ലത് ആരോടാണ്? ഞമ്മളെ താഴെയുള്ളവരോട്. അതുപോലെ നമ്മൾ ഒതുക്കിക്കാളും. ഒരു ഇട്ടുപറ്റ ചേക്ക നന്നാവൂല, തികയാതെ പറ്റ പൊട്ടാടി ജന്തു നന്നാവൂല, ഇത് കുറ്റം മുടിച്ചിടാ. ഇങ്ങനെ ഒരിക്കലും മക്കളോട് ഉമ്മാര് പറയരുത്, ശിഷ്യന്മാരോട് ഉസ്താദുമാര് പറയരുത്. ചിലപ്പോ എന്താന്ന് വെച്ചാല്, അതാണ് ഹദീസ് പറഞ്ഞിട്ടുള്ളത്. തുടക്കത്തെ ഹദീസ് പറഞ്ഞില്ലേ, ലാ തദ്ഉ അലാ അൻഫുസികും, നിങ്ങൾക്കെതിരായിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് പറഞ്ഞു. ഒരു ഒലക്കമ്മക്ക് പല്ലുവേദന വണ്ടില്ലേ, കാല് കണ്ണിന്നല്ല ഉറങ്ങാതെ വെച്ചത് കാലം മുറിച്ചിട്ടാന്ന് വിചാരിച്ചാൽ ഇങ്ങനെ ഈ കോലത്ത് അവസാനം കാല് മുറിച്ചിട്ട് പറയാണ്. അവനെ പറ്റി പറയരുത്. മാത്രമല്ല വലാല ഔലാദിക്കും, നിങ്ങളെ മക്കളെ പറ്റി പറയരുത്. ഇപ്പൊ തന്നെ മക്കളെ കുരുത്തക്കേട്, നിങ്ങളെ ചെറുപ്പത്തിൽ പ്രാബല്യത്തിൽ മക്കളെന്ത് കുരുത്തക്കേട്, മക്കൾ കുരുത്തക്കേട് കാട്ടും.
നിങ്ങൾ ചെടിയൊക്കെ കുഴിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ എന്തേ ഇപ്പൊ കഴിഞ്ഞാൽ വേര് നിങ്ങളെ നോക്കിയതാണ് കാര്യം. അങ്ങനെ എന്ത് നോക്കുമോ വേര് നിങ്ങളോനെ എന്നും നോക്കിയാൽ പിന്നെ നടക്കുമോ ഓനത് അറിയില്ല. അങ്ങനെ ചിലപ്പം കിട്ടും പാൽ ചിലപ്പോൾ എന്തെങ്കിലും കച്ചറ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തായാലും ഇങ്ങനെ കാസർഗോഡ് അസുലവി ഞങ്ങൾ കടന്നിറങ്ങിയ വീട് ചോദിച്ചൊക്കെ ഞങ്ങൾ ശിഷ്യന്റെ വീടാണ്. അവിടെ നല്ലൊരു പേര മുഴുവൻ കുത്തി വരച്ച് നാശാക്കി കലാസംഘം അങ്ങോട്ട് നാശാക്കിക്കാൻ ഒന്നായിട്ട് കലാപ്രകടനം നന്നായിട്ട് നടത്തിയിരിക്കും. അവൻ അപ്പത്തെ മനഃശാസ്ത്രം എന്താണ്, കുട്ടികൾ അങ്ങനെ ചെയ്യുമ്പോൾ എതിർക്കരുത് എന്നാണ് അവർ വരക്കുമ്പോൾ വരക്കരുത് പറയാൻ പാടില്ല. ഇപ്പത്തെ മനഃശാസ്ത്രം അങ്ങനെയാണ്. അത് സുല്ലമിയും പറഞ്ഞു ഓലും വേണം കൂടികളൊക്കെ പറയാം അങ്ങനെയാണ്. കാരണം ഓലെ പുരോഗതി തടയിലാണ് ഓലെ. അതിന് കറുത്ത ബ്ലാക്ക് ബോർഡ് അപ്പുറത്ത് വാങ്ങിക്കൊടുത്തിട്ട് ഇപ്പൊ നല്ലോണം കുത്തിയേക്കാൻ പറയാ നമ്മളുണ്ടായിരുന്നു അങ്ങനെ. അത് ഞാൻ പറഞ്ഞത് അവിടെ നിന്ന് കുട്ടികളെ ചോരൊക്കെ പാടുക അല്ല നശീകരണം കുറിച്ച കജ്ജായി അത് മതി. പിന്നെ ആ കുട്ടിയുടെ കജ്ജ നശീകരണം തന്നെയും. അങ്ങനെ കുട്ടികൾക്കെതിരെ പറയരുത്. വലാ ഹദമിക്കും അങ്ങനെ സേവകന്മാർക്കെതിരെ പറയരുത്. വലാത്തത് അമ്പാലിക്കും കൂർത്തി കോയി കൂരി നാശാക്കിയിട്ട് ബലാരുച്ച പോയിക്കൾ മതി പോയി. ആടുകൾ ഒന്നും എന്താക്കരുത്, നമ്മുടെ സമ്പത്തിനെതിരെ പറയരുത്. എന്തുകൊണ്ട് ലാ തുവാഫിഖൂ മിനല്ലാഹി തആല സാഅത്തൻ ലൈലിൻ ഫീഹാ അതാഉൻ ഫയസ്തജീബു ലക്കും. ഒരു പ്രത്യേക ടൈമുണ്ട്. ഹിന്ദുക്കളൊക്കെ നാട്ടുവരാന്നൊക്കെ പറയും. പക്ഷെ ചില ടൈം ആ ടൈമിൽ നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ ഒത്തുവരും. അല്ലങ്ങട്ട് ജാമത്ത് എന്നോളും പിന്നെ രക്ഷല്ല. കറന്ന പാൽ ഔട്ട് പോകൂല. പറഞ്ഞ ശാപവൻ എന്താക്കാൻ കഴിയില്ല, തിരിച്ചെടുക്കാൻ കഴിയൂല. അതുകൊണ്ട് ഒരിക്കലും ശാപവാക്കുകൾ ഒരിക്കലും പറയരുത്. സദാവര് പിന്നെ പറയാം. അതിന്റെ പരിചാരകരോട് മാന്യമായി പെരുമാറാം. അധിക ജോലി എടുപ്പിക്കരുത്. ജോലികളിൽ അവരെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഹും ഇഖ്വാനുക്കും ജഅലല്ലാഹു തഹത അയ്ദീകും. നിങ്ങൾ പണിക്ക് വിളിച്ച ആൾക്കാർ നിങ്ങളുടെ സഹോദരന്മാരാ. നിങ്ങളെപ്പോലെ പൈസക്കാരാണ്ട ആൾക്കാർ പോലും ഒരു കൂലിപ്പണിക്കാരായിപ്പോയി. വെറുത്തല്ലാത്ത ഭൂമിയും പൈസയൊക്കെ തന്നതാണ്. അതുകൊണ്ട് ലാത്തുക്കല്ലിഫുഹും കയ്യാത്ത നിങ്ങൾ എന്ത് ചെയ്ത് നിർബന്ധിച്ചിട്ട് പറയുന്നത് അടുത്തടുത്ത അങ്ങനെ പറയരുത്. കല്ലഫ്തുമുഹും ഇന്നോട് ഇങ്ങനെ പറയാം. ആ ചാക്ക് എടുത്താൽ പറയാണോ ഫഅലു നോക്കിയാൽ അവക്കണോ ഞാൻ ഈ തല ഞാൻ പിടിച്ചു ഇജ്ജും പിടിച്ചോ അങ്ങനെ മുതലാളി തൊഴിൽ ഒപ്പം എടുത്താണ്. അപ്പോൾ ഒരു മനസ്സിന് വിഷമം ഉണ്ടാവില്ല. മറ്റോ അങ്ങനെ വലിയ പടച്ചപ്പോൾ ഓന് പൈസ കൊടുത്ത് ഞങ്ങളൊപ്പം സ്കൂളിൽ പഠിച്ച മനുഷ്യന്മാരാണ്, തോട് പിടിച്ചെന്ന മനുഷ്യന്മാരൊപ്പം തിരപ്പമുത്തിയ ആൾക്കാർ. ഓനമ്മ പൈസ കൊടുത്തു ഇന്നെ കണ്ടില്ലേ ഇടങ്ങേറാക്കാൻ ഉണ്ടാകരുത്. മനസ്സ് പൊട്ടുന്ന അവസ്ഥ ഒരു വിശ്വാസിയെ കൊണ്ട് മറ്റൊരു വിശ്വാസിക്ക് മനസ്സിൽ ഇടങ്ങേറി തോന്നരുത്. അത് അമ്മായിമാരെ കൊണ്ട് മരുമക്കൾക്ക് തോന്നരുത്, മരുമക്കളെ കൊണ്ട് അമ്മായിമാർക്ക് തോന്നരുത്, ഇളച്ചനെ കൊണ്ട് മൂത്തച്ഛക്ക് തോന്നരുത്, പാർട്ണറെ കൊണ്ട് പാർട്ണർക്ക് തോന്നരുത്. അതാ ഞാൻ ജോലികൾ അവരെ സഹായിക്കണം. അനസ്രന്ന് പറയുന്നു, ഞാൻ 10 വർഷം നിമിത്തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തു, ഒരിക്കൽ പോലും അവിടെ നിന്ന് എന്നെ ദേഷ്യം പിടിച്ചിട്ടില്ല. സമ്പത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ബിസിനസ് ചിലപ്പോൾ ലാഭമുണ്ടാവും, ചിലപ്പോൾ നഷ്ടം ഉണ്ടാവും. ലാഭമുണ്ടായാൽ അള്ളാഹുവിന് നന്ദി പറയണം. നഷ്ടം സംഭവിച്ചാൽ ക്ഷമിക്കുകയും വേണം, അല്ലാതെ ക്ഷമിക്കാൻ പാടില്ല. പക്ഷെ ഇങ്ങനെ കിട്ടുമ്പോൾ ഭയങ്കര വിജയം. 10 ഉറുപ്പ്യ കിട്ടാതെ ഇപ്പൊ അപ്പോളെ പൊളിഞ്ഞപ്പോ ഞാൻ പറയാം, എത്ര ആൾക്കാർ എൻ്റെ അടുത്ത് വന്നറിയങ്ങൾ ഫലാക്കുകൊണ്ടുള്ളതാണ്. അല്ലെങ്കിൽ മുന്നേ കാണുമ്പോൾ എപ്പോഴെങ്കിലും ഒരിക്കൽ ഞാൻ അൽഹംദുലില്ലാ ഞാൻ പൊളി ചേർന്ന് കിട്ടും, അതോടൊപ്പം എനിക്ക് മാസം കിട്ടും വളരെ പറഞ്ഞിക്കണം. അല്ലാതെ പിന്നെ കുടുങ്ങിയപ്പം വന്നത് പറയാം. ലാഭം കിട്ടിയത് ചക്കര ഇപ്പൊ കൊപ്പരയാണ് കച്ചവടമാകുമ്പോൾ കിറാന്ന് എന്നാണ് അറബിയിൽ പറയാം. ലാഭം നഷ്ട കൂറുക അതിന്റെ അർത്ഥം. ലാഭത്തിന് കൂറാകണം, നഷ്ടത്തിന് കൂറാകണം. അപ്പോഴേ ഹലാലുള്ള കച്ചവടം. ഇത് ലാഭം കിട്ടുമ്പോഴൊക്കെ തിരക്കില്ല, നഷ്ടം മുൻ നോക്കുമ്പോൾ കുറ്റം പറഞ്ഞു. അങ്ങനെ ഉണ്ടാകരുത്. നമുക്ക് രണ്ടും ഒരുപോലെ അൽഹംദുലില്ലാ ഇതുവരെ കിട്ടിയല്ലോ. പിന്നെ ആരും കരുതി കൂട്ടി ചെയ്യൂലല്ലോ. പിന്നെ ഗവേഷണം ചിലപ്പോൾ പേക്കും. ഞങ്ങൾക്ക് മുതൽ കിട്ടിയ അൽഹംദുലില്ലാ, ഇല്ലെങ്കിൽ ഒരു സൈക്കിൾ നഷ്ടം പോലെ ഞാനും നഷ്ടം സഹിക്കണം. അപ്പോഴേ കച്ചവടം നിലകൊള്ളു. അല്ലെങ്കിൽ ഇതുവരെ വാങ്ങിയ ലാഭം പരിശീലനം മാറും. ബെനിഫിറ്റ് നിങ്ങൾക്ക് ഹലാലാക്കണോ. ആ നഷ്ടത്തിന്റെ തോത് എത്ര റുപ്യ, 1 കോടി റുപ്യ അപ്പോൾ കമ്പനിക്ക് നഷ്ടം വന്നിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ 10 ലക്ഷം ഉള്ളത്, എന്നാ തോതനുസരിച്ചിട്ട് നിങ്ങൾ കൊടുത്ത 10 ലക്ഷം രൂപ വാങ്ങാൻ പാടില്ല. ലാഭങ്ങൾ വാങ്ങിപ്പോയില്ലേ, ഓർക്ക് കമ്പനിക്ക് കൂടിയ നഷ്ടത്തെ നോക്കിയിട്ട് ആ നഷ്ടത്തിന് ശതമാനം വെച്ചിട്ട് ഈ 10 ലക്ഷത്തെ കീച്ചിട്ട് ബാക്കി വാങ്ങണം. ഇതൊക്കെ നോക്കിയിട്ടല്ല കച്ചവടത്തിൽ കൂടാവും. അങ്ങോട്ട് പൈസ കിട്ടുമ്പോ ഭയങ്കര പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇല്ല. ഉദാഹരണം പറഞ്ഞാണ്, എന്നിട്ടാകെ ശാപം പറഞ്ഞു നന്നാകൂലേ വെച്ചം കുറിച്ചൂലേ അങ്ങട്ടാകൂല. ഇതുവരെ കിട്ടിയ ലാഭം അതില്ല. അതിപ്പോ എല്ലാം തന്നെയാണ്. ജോലിക്കാക്കി കൊടുത്തിട്ട് നല്ല നിൽക്കാൻ കുട്ടി മുണ്ടൂല. 12 കൊല്ലം മുടിയാനവിടെ നിന്നൊക്കെ മാറി എന്തൊക്കെ മാറ്റം ഉണ്ടാക്കിയാണ്. എന്നോ ജീവ എന്ത് കുട്ടികൾ ആരെങ്ങൾക്കാണ് തന്നത് പത്തപ്പിരി തന്നാളും ഒന്നേരം പലപ്പോഴും 12 കൊല്ലം ഷറേനും ഈ ഒരൊറ്റ പാട്ട് വന്നപ്പോ നിങ്ങൾ പണി. പക്ഷെ അതിനൊക്കെ നമുക്ക് കൂലി, പൊതുപ്രവർത്തനത്തിന്റെ കൂലി പറഞ്ഞാൽ അങ്ങനെയാണ്. നന്മ
ദൈവത്തോട് ഈ ശാപവാക്കുകൾ ഒത്തുവന്നാൽ അത് സംഭവിക്കും. ആ സമയം ഏതാണെന്ന് നമുക്ക് അറിഞ്ഞുകൊള്ളണം എന്നില്ല. അതുകൊണ്ട് ശാപവാക്കുകൾ നാം ഒഴിവാക്കുക. തീർന്നു. നിങ്ങൾ വായിച്ചു നോക്കാം. ഒരു സംഭവം, ഒറ്റ സംഭവം മാത്രമല്ല, നമുക്ക് നിർത്താം. ഒരു യാത്രാവേളയിൽ മുത്തനബി സുലഭസ്മാത്തകളും കൂട്ടുകാരും പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. എല്ലാവരും വാഹനങ്ങൾ തയ്യാറാക്കി നിർത്തി. കൂട്ടത്തിലൊരു സ്വഹാബി വനിത, നല്ല പെണ്ണ്, തന്റെ ഒട്ടകം അനുസരിക്കാതെ വന്നപ്പോ അതിനെതിരെ ശാപപ്രാർത്ഥന. ഗുരുത്തം കെട്ട ഒട്ടകം എന്താണ് ശപിച്ച ശാപം പിടിച്ച ഒട്ടകം. ജന്തുക്കള് ശാപം പിടിച്ച ഒട്ടകം എന്നാണ് ഇത്. പെണ്ണ് പറഞ്ഞ അവിടെ കോഴിക്കൾ ബാലാരടിച്ച് കോഴിക്കളമാര് അവിടെ പറഞ്ഞതാ, നീ കേട്ടോ കേട്ടോ. ഉടനെ വീസു മാത്രം ഇങ്ങനെ പറഞ്ഞു, ഇനി ആ ഒട്ടകത്തെ നമ്മോടൊപ്പം കൂട്ടരുത്. കാരണം ശാപം പിടിച്ച ഒട്ടകം എന്ന് പെണ്ണ് പറഞ്ഞു. ഇനി നമ്മളെ കൂട്ടല്ല, ശാപം പിടിച്ച ഒട്ടകത്തിനെ കൂട്ടിയാൽ മൊത്തം റഹ്മത്തുണ്ടാവില്ല. ഇനി ഒട്ടകത്തെ നമ്മളൊപ്പം കൂട്ടരുത്, അത് ശപിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ പുറത്തുള്ള യാത്രാ സാമഗ്രികൾ എടുത്ത് ഒട്ടകത്തെ കയറൂരി വിടുക. തിന്നാനും കൂടി പറ്റൂലെന്ന് പറഞ്ഞു. അങ്ങനെ കയറൂരി വിടാൻ പറഞ്ഞു. ആ സഹോദരി അപ്രകാരം ചെയ്തു. മൂല്യർക്കൾ പറഞ്ഞാൽ മതി, നമുക്ക് കൈ മുടക്കി എന്ന് അവിടെ എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല. അതാ ഈമാൻ. എങ്ങനെയാ വേണ്ടത്? ഓക്കെ, നേരെ കയറൂരിൽ വിട്ടു. കേട്ടോളി, ആ സഹോദരി അപ്രകാരം ചെയ്തു. പിന്നീട് ആരും ശ്രദ്ധിക്കാത്ത വിധത്തിൽ ആ ഒട്ടകം നാട്ടിൻ പുറങ്ങളിലൂടെ നടക്കാറുണ്ടായിരുന്നുവെന്ന് സ്വഹാബത്ത് പറഞ്ഞതായി കാണാം. ആർക്കും വേണ്ട. എന്നാ ആർക്കേലും അർത്ഥുന്നൂടെ? ശമിച്ച ഒട്ടകത്തിന് ഇറച്ചി നമുക്ക് വേണ്ട. എന്താ പാല്? എന്റെ പാല് വേണ്ട. അതിന്റെ പുറത്ത് വേണ്ട. ഇതാണ് ശാപം പിടിച്ച ഒട്ടകം. ശത്രുക്കൾക്കെതിരെ ദുആ ചെയ്യാൻ പറഞ്ഞാൽ പോലും അവരെ നന്നാക്കി കൊടുക്കണമേ എന്നായിരുന്നു നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കും മക്കൾക്കും നമ്മുടെ സമ്പത്തിന് ബർക്കത്തുണ്ടാകാനും നമ്മുടെ സഹായികൾക്കും പ്രിയക്കാർക്കും എല്ലാം വേണ്ടി നാം എപ്പോഴും ദുആ ചെയ്യണം. അങ്ങനത്തെ പദങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രത്യേകം നോട്ട് ചെയ്യുക. എന്നിട്ട് അത് പറയേണ്ടി വരുമ്പം പറയാതിരിക്കുക, അങ്ങനെ ശ്രമിക്കുക. അതാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ളത്. ഏതായിരുന്നാലും ശാപവാക്കുകൾ നമ്മൾ പറയരുത്, മക്കൾക്കെതിരെയും നമുക്കെതിരെയും ദുആ ചെയ്യരുത്. എന്നിട്ട് ഇൻഷാ അല്ലാഹ് സ്വഭാവങ്ങൾ നന്നാക്കിയെടുക്കണം. അത് താഴ്ന്നവരെടുത്തും പൊന്നണം, ഉഷാറിനെടുത്തും പൊന്നണം. അള്ളാഹു തങ്ങളുടെ സ്വഭാവം നന്നാക്കി തരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ നാവിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ ദിക്റാക്കി മാറ്റി പ്രതിഫലാർഹമായ കാര്യങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. അള്ളാഹു തആല ഇന്നത്തെ ചായയും കടിയും ഒക്കെ നൽകുന്ന